പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 63 അധ്യായം 1 ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. പ്രിയമക്കളെ, ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ ദാവീദ് ഇവിടെ പറയാണ്, ദൈവമേ നീ എൻ്റെ ദൈവം. അതായത് മരുഭൂമിയിലാകുമ്പോഴും എവിടെയായിരുന്നാലും ദൈവമേ നീ എൻ്റെ ദൈവം. ദാവീദ് എങ്ങനെയൊക്കെ എവിടെയൊക്കെ കടന്നുപോയോ, ഏത് സമയത്തും ഹല്ലേലൂയ കഷ്ടതകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവൻ പറയുന്നത് ഇതാണ്, ഹല്ലേലൂയ, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. പ്രിയമക്കളെ, നാമും എഴുന്നേൽക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം വേണം രാവിലെ കാലം അന്വേഷിക്കാൻ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ആരെയും കർത്താവപ്പച്ചൻ ലജ്ജിപ്പിക്കുകയില്ല. യേശുപ്പൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഹല്ലേലൂയ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, നോക്കൂ, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ, പ്രിയമക്കളെ, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ഹല്ലേലൂയ ദാഹമുണ്ടായിരിക്കണം. ഹല്ലേലൂയ, കർത്താവിനെ കണ്ടെത്തുവാനുള്ള, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ഒരു ദാഹം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ, സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ 42 സങ്കീർത്തനം 1 നമ്മൾ കാണുന്നുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ, ആ ഒരു ഹല്ലേലൂയ എങ്ങനെയാണ് മാൻ ഹല്ലേലൂയ ഒരു വെള്ളത്തിന് വേണ്ടി ദാഹിച്ചൊരു വെള്ളം കാണുമ്പോൾ അത് എങ്ങനെ ഓടിയെത്തുന്നോ അതുപോലെ വേണം നമ്മുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു ദാഹമുണ്ടാകുവാൻ. ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഭക്ഷിക്കുവാൻ, ഹല്ലേലൂയ കർത്താപ്പച്ചൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാനുള്ള ആ നല്ലൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവരായി നമുക്കായിത്തീരണം. ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നോക്കുമ്പോൾ ഹല്ലേലൂയ അതരം ചലിപ്പിച്ചാലാണ് ഹല്ലേലൂയ നമുക്ക് ഉറവകൾ തുറന്നു തരുന്നത്. നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഉദരം തുറന്നു തരും, നമുക്ക് വേണ്ടി ആഴിയിൽ നിന്ന് വെള്ളം ഒഴുക്കിത്തരും. എങ്ങനെ വേണമെങ്കിലും നമ്മൾ കർത്താപ്പച്ചനോട് പറയുമ്പോഴാണ് അവിടെ നിന്ന് നമുക്ക് ഉത്തരം നൽകി തരുന്നത്. ഹല്ലേലൂയ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായം 3 കാണാൻ കഴിയുന്നുണ്ട്, അവൻ ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തന്നെ തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകാൻ പതിവായിരുന്നു. ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ ഹന്നയെയും എൽക്കാനയും കുറിച്ചാണ് ഇത് പറയുന്നത്. പക്ഷേ ഇവിടെ എൽക്കാന എങ്ങനെയാണ് ചെയ്യുന്നത്? ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്ന് ആണ്ടുതോറും ശീലോവിലേക്ക് പോകാൻ പതിവായിരുന്നു. ഹല്ലേലൂയ, നോക്കൂ, നമ്മൾ കർത്താവിനെ ആരാധിപ്പാൻ ആണ്ടുതോറുമല്ല, ഇപ്പോഴെന്നാണ് ദിവസം തോറും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ചെന്നെത്തുന്ന ഹല്ലേലൂയ അപ്പൻ്റെ പാദപീഠത്തിലാണ് ചെന്നെത്തുന്നത്. ഹല്ലേലൂയ, നമ്മൾ ഏത് സമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ മുട്ടുമ്പോഴാണ് നമുക്ക് തുറന്നു തരുന്നത്. ഹല്ലേലൂയ, ദൈവസന്നിധി നമ്മൾ ഹല്ലേലൂയ അന്വേഷിച്ചാൽ, കർത്താപ്പച്ചനോട് മുട്ടിയാൽ നമ്മുടെ വിഷയത്തിന് മറുപടി കിട്ടും. ഹല്ലേലൂയ, നമുക്കറിയാം, ഇവിടെ ഇങ്ങനെ ഹന്നയെയും പെനീനയെയും കുറിച്ചൊക്കെ നമുക്കറിയാം. ഹല്ലേലൂയ, പെനീന ഹല്ലേലൂയ എപ്പോഴും എന്താണ്, ഹന്നയ്ക്ക് മക്കളില്ലാത്തതുകൊണ്ട് പെനീനെ എപ്പോഴും അവളെ വ്യസനിപ്പിച്ചുകൊണ്ട് ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ കാര്യമായിരുന്നു. ഹല്ലേലൂയ, 12 പറയുന്നുണ്ട്, ഹന്നയുടെ കാര്യം ഇങ്ങനെ, അവൾ യഹോവയുടെ സന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി. ഹല്ലേലൂയ, നോക്കൂ, പുരോഹിതൻ പോലും തൻ്റെ വായെ സൂക്ഷിച്ചു നോക്ക്. ഹന്ന എന്താണ് പറയുന്നതെന്നോ, എന്താണ് ദൈവസന്നിധി, അവൾ ആലയത്തിൽ വന്ന് എന്തൊക്കെയാ പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. പക്ഷേ
മനസ്സിലാകുന്ന ഒരുവനുണ്ട്. പ്രീതി മക്കളെ, നമ്മുടെ ഹല്ലേലൂയ ഓരോ ചിന്തനകളും മനസ്സിലാക്കുന്ന കർത്താവപ്പച്ചൻ നമ്മെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ ചലിക്കുന്ന അധരങ്ങൾ കാണുമ്പോൾ നമുക്ക് മറുപടി തരുന്ന അപ്പനാണ്. ഹല്ലേലൂയ ഈ ഹന്നയുടെ, അതായത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണാം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവനെ ശമൂവേൽ എന്ന് പേരിട്ടു. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഹല്ലേലൂയ നോക്കൂ, അപേക്ഷിച്ചു വാങ്ങുന്നു. അതായത് ഹന്നയുടെ ആദ്യത്തെ ഹല്ലേലൂയ വീഞ്ഞു കുടിച്ചിരിക്കുകയാണോ, നീ എന്താണ് പറയുന്നത് എന്നെന്നും ഏലി പുരോഹിതന് മനസ്സിലാകുന്നില്ല. പക്ഷേ യേശുപ്പൻ അവരുടെ ഹല്ലേലൂയ ഓരോ അധരത്തിന്റെ ആ ചലനവും മനസ്സിലാക്കി അപ്പൻ അവിടെ മറുപടി കൊടുക്കുന്നു. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു. ഹല്ലേലൂയ അവള് പ്രാർത്ഥിച്ചെന്തിനാ? എനിക്കൊരു മകനെ കിട്ടണം. പ്രിയ മക്കളെ, നമ്മുടെ അധര ചലനം മനസ്സിലാക്കി അതിനു വേണ്ടി മറുപടി തരുന്ന അപ്പന്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മറുപടി തുറന്നു തരുന്ന അപ്പനാണ്. ഹല്ലേലൂയ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കുമെന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഹല്ലേലൂയ നോക്കൂ, തൻ്റെ ഭർത്താവ് വേണ്ടുന്നത് പോലെല്ലാം തന്നെ സ്നേഹിക്കുന്നുണ്ട്, പെനീനേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കറിയാം എനിക്കൊരു മകനില്ലെങ്കിൽ ആ ഒരു കുറവ് ഹല്ലേലൂയ ഒരമ്മയ്ക്കാണ്. ഹല്ലേലൂയ അതായത് ഒരു വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവരോട് ചോദിക്കണം, ആ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ഹല്ലേലൂയ വിഷമം എന്താണെന്ന് അവൾക്ക് അത്രമാത്രം മനസ്സിലാവത്തുള്ളൂ. പ്രിയ മക്കളെ, അവൾക്കെല്ലാം കിട്ടുന്നുണ്ട് തൻ്റെ ഭവനത്തിൽ നിന്ന്. ഹല്ലേലൂയ ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന ആ സന്തോഷമെല്ലാം അവൾക്ക് കിട്ടുന്നുവെങ്കിലും തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു കുഞ്ഞില്ലാത്തതിൻ്റെ സങ്കടം അവൾ മനസ്സിലാക്കി. ഹല്ലേലൂയ യഹോവയുടെ സന്നിധിയിൽ അവൾ പറഞ്ഞപ്പോൾ അവൾക്ക് ഹല്ലേലൂയ ഒരു ശമൂവേൽ ബാലനെ ലഭിപ്പാൻ ഇടയായി തീർന്നു. പ്രിയ മക്കളെ, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമൊക്കെയാണ്, കൈത്താങ്ങൽ നൽകുന്നതൊക്കെയാണ്. പക്ഷേ ലഭിക്കേണ്ടത് ലഭിച്ചില്ല എങ്കിൽ അവിടെ സങ്കടമാണ്. ഹല്ലേലൂയ നോക്കൂ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ഹല്ലേലൂയ ദൈവത്തെ അന്വേഷിക്കുന്നവരെ ഒരിക്കലും കർത്താവപ്പച്ചൻ കൈവിടുകയില്ല. ഹല്ലേലൂയ നീ ആർക്ക് വേണ്ടി അപേക്ഷിച്ചോ, ആരെ ലഭിപ്പാൻ വേണ്ടി അപേക്ഷിച്ചോ അത് കർത്താവപ്പച്ചൻ നൽകി തരും. നമ്മെ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവിടുന്ന് മറുപടി നൽകി തരും. ഹല്ലേലൂയ നമ്മൾ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കണം, വിശ്വസ്തയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ഹന്ന പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി. ഹല്ലേലൂയ ഒരു ആൺ പൈതലിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചെങ്കിൽ ഹല്ലേലൂയ 2-ാം അധ്യായത്തിൽ നമ്മൾ 21-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ച് 3 പുത്രന്മാരെയും 2 പുത്രിമാരെയും പ്രസവിച്ചു. ശമൂവേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു വന്നു. ഹല്ലേലൂയ പ്രിയ മക്കളെ, അവൾ അപേക്ഷിച്ചു വാങ്ങിയതിനെ ദൈവത്തിന് നൽകിയെങ്കിൽ ഹല്ലേലൂയ അവൾക്ക് വീണ്ടും വീണ്ടും തലമുറകളെ കൊടുക്കുവാൻ യഹോവ ശക്തനാണ്. ഹല്ലേലൂയ ബലവും ധനവും കിട്ടണമെങ്കിൽ ദൈവം മുമ്പാകെ നാം മുട്ടുകുത്തിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി മുട്ടുകുത്തുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതെല്ലാം ലഭ്യമാകും. ഹല്ലേലൂയ ശമൂവേൽ പ്രവാചകന്റെ ഹല്ലേലൂയ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ 7-8 വാക്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ശമൂവേൽ ബാലനിലൂടെ എങ്ങനെ എന്തെല്ലാം ചെയ്തെടുക്കുവാൻ സാധിച്ചു എന്ന്. ഹല്ലേലൂയ പ്രിയ മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി തന്നെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ ജനങ്ങളെ ഭരിക്കത്തക്കവണ്ണം ഹല്ലേലൂയ ഒരു കൈത്താങ്ങുള്ള ഒരു മകനായി തീരുവാൻ ശമൂവേൽ ബാലന് കഴിഞ്ഞുവെങ്കിൽ പ്രിയ മക്കളെ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതകരമാവണ്ണം നമുക്ക് മറുപടി നൽകി തരും. ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നവരായി തീരണം. ഹല്ലേലൂയ കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല. ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ ഇവിടെ നോക്കൂ, ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ
ആരുടെയും സഹായം കിട്ടുന്നില്ല, ഒന്നും ലഭ്യമാകുന്നില്ല. ഹാലലിയ, ഉണങ്ങി വരണ്ട, എനിക്ക് ആരിൽ നിന്നും ഒരു പ്രതീക്ഷയുമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്കൊന്ന് നോക്കേ, അവിടുന്നാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, എൻ്റെ വിഷയത്തിന്മേൽ ദൈവമേ മറുപടി നൽകി തരണമേ. കർത്താവെ, അങ്ങയുടെ പാദപീഠത്തിലാണല്ലോ ഞാൻ ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് ദൈവസന്നിധി മുഴങ്കാൽ മടക്കുമ്പോൾ അവിടുന്ന് മറുപടി നൽകി തരും. പ്രീതി മക്കളെ, വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. ദാവീദിനെ പോലെ ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയുമില്ലാത്ത സ്ഥലത്ത് ഹല്ലേലൂയ ഹന്ന ഇരുന്ന് കരഞ്ഞതുപോലെ ഹല്ലേലൂയ യാതൊരു പ്രതീക്ഷയുമില്ല. പലരും നമ്മെ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് മറുപടി നൽകി തരുന്ന അപ്പന്റെ പാദപീഠത്തിൽ നമുക്കായിത്തീരാം. കർത്താവ് നമുക്ക് മറുപടി നൽകി തരും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് പ്രാർത്ഥന കേൾക്കുന്ന, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ ഉള്ളത്തിലും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. ഹല്ലേലൂയ, ഏത് വിഷയത്തിന്മേൽ അവർ മുട്ടുകുത്തുന്നോ അതിന്മേൽ ദൈവം ഹല്ലേലൂയ മറുപടി കൊടുത്ത് ദൈവം സഹായിക്കണമേ. കർത്താപ്പച്ചൻ ചേർത്ത് നിൽക്കുന്ന അപ്പനാണല്ലോ. ഹല്ലേലൂയ, ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓരോ വിഷയത്തിന്മേലും മറുപടി നൽകിയിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും കർത്താവിന് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.